ഇനി പാർലമെന്റിലേക്കാണ്. ലോക്സഭയിൽ വലിയ ബഹളമാണ്. സ്പീക്കറുടെ ഡയസിലേക്കൊക്കെ പ്രതിഷേധവുമായി കോൺഗ്രസ് അംഗങ്ങൾ വരുന്നു. അധ്യക്ഷത വഹിച്ച ജഗദംബിക പാലിന് നേരെ കൈ ചൂണ്ടി രോഷാകുലരായി പ്രതിപക്ഷം. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, എന്താണ് സഭയിൽ നടക്കുന്നത്? ആര്യ, ഇന്ന് വീണ്ടും നിഷികാന്ത് ദൂബയ്ക്ക് ജോർജ് സോറോസുമായിട്ടുള്ള സോണിയാഗാന്ധിയുടെ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകിയതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. ജ്യോതിമണി, കോൺഗ്രസ് അംഗം ജ്യോതിമണി അദാനി വിഷയം ഉന്നയിച്ച് ഇതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ ബഹളം സഭയിലുണ്ടായിരുന്നെങ്കിലും തൊട്ടു പിന്നാലെ നിഷികാന്ത് ദൂബയെ വീണ്ടും സംസാരിപ്പിക്കാൻ എണീപ്പിച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. സോണിയാഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനുമെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് നിഷികാന്ത് ദൂബെ വീണ്ടും ഉന്നയിച്ചത്. UPA സർക്കാരിന്റെ സമയത്ത് 2004-ലും 2010-ലും ഇന്ത്യയിലെത്തിയ സോറോസ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതുവഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വൻതുക സംഭാവന നൽകി അതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു. കോൺഗ്രസിന്റെ 300ഓളം നേതാക്കൾക്ക് സോറോസിന്റെ വക പണവും അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് അടക്കമുള്ള മറ്റ് കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്. തുടർന്ന് നടുത്തളത്തിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങളായ ജ്യോതിമണിയും ദീപീന്ദർ ഹൂഡയും അതോടൊപ്പം തന്നെ ബീഹാറിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം പപ്പു യാദവും സ്പീക്കറുടെ ഡയസിലേക്ക് കയറുകയായിരുന്നു. സ്പീക്കറുടെ ഡയസിൽ അധ്യക്ഷത വഹിച്ചിരുന്ന ജഗദംബിക പാലിന് നേരെ കൈചൂട്ടി രോഷാകുലരായി സംസാരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. വലിയ ബഹളം തുടർന്നതിനെ തുടർന്ന് സഭ 1 മണിവരെ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. സഭയിൽ ഇപ്പോഴും നടുത്തളത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ തുടരുന്നു. ജഗദംബിക പാൽ വീണ്ടും അദ്ദേഹം അകത്തേക്ക് പോയെങ്കിലും അദ്ദേഹത്തിനെതിരെയുള്ള സഭ നിർത്തിവെച്ച ശേഷവും പ്രതിപക്ഷ അംഗങ്ങളും ജഗദംബിക പാലും തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് സഭയിൽ തുടർന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നിഷികാന്ത് ദൂബയ്ക്ക് ഈ ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കാൻ അവസരം നൽകിയിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി നിഷികാന്ത് ദൂബയ്ക്ക് ഇങ്ങനെ അവസരം ലഭിക്കുന്നതിൽ പ്രതിപക്ഷം ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സോറോസിന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഗോഗോയ് തന്നെ സംസാരിച്ചോടെ സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇന്ന് വീണ്ടും അദാനി വിഷയം ഉന്നയിച്ച് സഭ നിർത്തിവെപ്പിക്കാൻ നോക്കിയെങ്കിലും ഭരണപക്ഷം അതിന് വീണില്ല. തുടർന്ന് നിഷികാന്ത് ദൂബെ വൻ ബഹളത്തിനിടയിലാണ് വീണ്ടും സോണിയാഗാന്ധി സോറോസ് വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഡൽഹിയിൽ നിന്ന് പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.